നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസരണ നടൻ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിൽ ഉദയം കൊണ്ട സ്റ്റുഡിയോയാണ് ഉദയ സ്റ്റുഡിയോ. ഈ ഉദയ സ്റ്റുഡിയോയിൽ അനശ്വര നടൻ ജയൻ അഭിനയിച്ച ചിത്രമാണ് സഞ്ചാരി. ഈ സഞ്ചാരിയുടെ ചിത്രീകരണ വേളയിൽ ഉണ്ടായ അനുഭവങ്ങളും അതുപോലെ ഉദയ എന്ന സ്റ്റുഡിയോയുടെ അറിയ കഥകളുമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഇതിനെല്ലാം സാക്ഷിയായി നിന്ന KSEB ഉദ്യോഗസ്ഥൻ കൂടിയായ ഷെരീഫ് സാറാണ് ഇന്ന് ജയൻ സ്മരണയിൽ പങ്കെടുക്കുന്നത്. സ്വാഗതം സാർ. ഹലോ, നമസ്കാരം. ഞാൻ ഷെരീഫ് കലവൂർ. ഇപ്പോൾ ഇരിക്കുന്നത് ഉദയ സ്റ്റുഡിയോയുടെ അകത്താണ്. സ്റ്റുഡിയോ എന്ന് പറയാൻ പറ്റിയ വിജനമായ ഒരു ഭൂമി, അതിൻ്റെ ഒരു സ്മാരകം പോലും ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് ഒരു മഹാവേദന ഉണ്ടാകുന്നൊരു കാര്യം, എനിക്കൊരു 16 വയസ്സുള്ളപ്പം 1980 നവംബർ 7-ാം തീയതി ഞങ്ങൾ 3 പിള്ളേർ സഞ്ചാരി സിനിമയുടെ ഷൂട്ടിങ്. അപ്പോൾ ഒരു വെള്ള കയ്യിലും ഉള്ളും വെള്ള ബനിയനും ഇട്ടുകൊണ്ട് ജയൻ സാറ് നസീർ കോട്ടേജ് ഇരുന്ന സ്ഥലമാണത്. കാടാണ് ഇപ്പോൾ അവിടെ മതിലെ കയറിയിരുന്ന് ഇദ്ദേഹം ഞങ്ങളടുത്ത് വന്ന് ജയൻ ചേട്ടാ എന്ന് പറഞ്ഞപ്പം അടുത്തോട്ട് വന്ന് എന്താ ചോദിക്കുക, നിങ്ങൾ സ്കൂളിലെ ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്, കുഴപ്പമില്ല ഇങ്ങോട്ട് ചാടരുത്, അവിടെ പോലീസുകാരുണ്ടെന്ന് പറഞ്ഞ്. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളോട് സംസാരിച്ചപ്പം വാച്ച്മാൻ അവിടെ വന്നു. വാച്ച്മാൻ പറഞ്ഞ് സാറിൻ്റെ അനുജനും സാറിൻ്റെ ഒരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ട് കാറിൽ, ചതകണം എൻ്റെ അനുജനും ബേബിയും കൂടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് സാർ ഇങ്ങോട്ട് പോന്നു. അപ്പം ഞങ്ങളപ്പുറം ഇറങ്ങി മെയിൻ ഗേറ്റിൻ്റെയൊക്കെ വന്നു. ഇതിൻ്റെ അകത്ത് കയറി 5-6 പിള്ളേരോട്, കാരണം ഇന്നത്തെ കുറച്ച് അടിയും വണ്ണമൊന്നുമില്ല, കൊച്ചു വണ്ണം കുറഞ്ഞ. അപ്പോൾ അവരാരും ശ്രദ്ധിച്ചില്ല. അകത്ത് കയറി നിന്ന് കുറച്ച് നോക്കുമ്പം കാറ് വന്ന് നിർത്തി. ജയൻ സാർ അകത്തോട്ട് നോക്കി. അല്ല പിന്നെ അമ്മയും ശ്രീദേവിയൊക്കെ എന്തേ? അപ്പോൾ ഈ ഓർമ്മ എനിക്കിപ്പോഴും നടക്കുന്നത്. അപ്പം ശ്രീദേവി വന്നില്ല, കുഞ്ഞിന് പനിയായതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ അമ്മയും ശ്രീദേവിയും ഈ കാറ്റ് കൊള്ളണമെന്ന് നോക്കി റെസ്റ്റ് എടുക്കാനുണ്ട്. ശരി, ഇറങ്ങി. ഒരു കൊച്ചു കുട്ടിയുണ്ട്, 4-4.5 വയസ്സ് കാണും. ഹലോ മോനെ എന്നും പറഞ്ഞ് ചേട്ടൻ അടുത്തോട്ടി വന്ന്. അപ്പം മഹാനായ ഗോവിന്ദൻകുട്ടി സാറ് അവിടെ വന്ന്, അതേ ജയൻ്റെ അപ്പം വന്നല്ല എന്നും പറഞ്ഞ് സ്നേഹിച്ച് തലയോടി. ഈ കുട്ടികളെ പിന്നെ സ്നേഹിക്കുന്ന ഒരു ഭാഷ സാറ് പറഞ്ഞ്, എന്ത് വലിയച്ഛൻ മേടിച്ചെന്ന ഡ്രസ്സൊന്നും എന്ത് ഓണത്തിന് ഡ്രസ്സ് കൊണ്ട് തന്നില്ലേ, ആ ഡ്രസ്സൊക്കെ ഇവിടെ ഒന്നേ. ഈ സോനാർ പറഞ്ഞ് അവൻ മാറ്റിയൊക്കെ കുഴഞ്ഞ് അന്നും അവന് ഓട്ടയില്ല കിട്ടണം. വലിയച്ഛൻ നമ്മൾ ഈ കുട്ടീനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി. അതിന് ജയൻ സാറും വാച്ച്മാനെ വിളിച്ചിട്ട് ചോദിച്ചു ഏണ്ടൊക്കെ രഹസ്യം പറയുന്നത് കണ്ട്. വാച്ച്മാൻ അപ്പം തന്നെ സൈക്കിൾ എടുത്ത് പാരപ്പള്ളി പോയി. അന്ന് ഇതേപോലെ ഹോട്ടലോ പിന്നെ ബേക്കറി ഒന്നുമില്ല. ഒരു വലിയ പൊതി കൊണ്ടുവന്നു. ഞങ്ങളെ സംസാരിച്ചപ്പം കുറച്ച് ബിസ്ക്കറ്റാണ്, അതിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞങ്ങൾ 4-5 പിള്ളേർക്ക് തന്നു ജയൻ സാർ. എന്നിട്ട് പറഞ്ഞ് കഴിച്ച് അപ്പം പിന്നെ കാണാമെന്നും പറഞ്ഞെങ്കിൽ പോന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത് നവംബർ 1980 നവംബർ 7-ാം തീയതിയാണ് ഈ സംഭവം. അത് കഴിഞ്ഞ് പിറ്റേന്നും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവർ അപ്പോഴേ പറഞ്ഞു ഇതെൻ്റെ അനുജൻ, ഞങ്ങൾ കൊച്ചു പിള്ളേരാണ്, വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചത്. ആ വേദനയും ആ സ്നേഹമാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന. അത്ര വലിയ മനുഷ്യൻ്റെ ഉടമയാണ്, സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു കുട്ടികളോട്. ഞങ്ങൾക്ക് ഒരുപാട് ബിസ്ക്കറ്റ് തന്നു. അന്ന് ബ്രിട്ടാനിയ കമ്പനിയുടെ ഏണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ പൊട്ടിച്ച് നിന്ന് പുറത്ത് നിന്ന്. അപ്പം ബാച്ചോൻ പറഞ്ഞ് അവിടെ ബോബ സാറുണ്ട്, വന്നാൽ വഴക്ക് പറയും, നിങ്ങൾ പുറത്തിറങ്ങുന്നില്ലേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് വന്ന് ഇദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്ന രംഗാമറ്റാണ്. പുറത്ത് വന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇന്ന് നവംബർ 8-ാം തീയതി ഞാൻ കുട്ടിക്കാനത്തേക്ക് പോകും, അത് കഴിഞ്ഞ് മദ്രാസിലേക്ക് പോകും, ഷൂട്ടിംഗ് ഉണ്ട്, ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞ്. നവംബർ മാസം 16-17 എനിക്കില്ല ഈ ഡേറ്റ്. ഇദ്ദേഹം പത്രത്തെ ചിരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഫോട്ടോ, മാതൃഭൂമി, സിനിമാ നടൻ ജയൻ അന്തരിച്ചു. ശംഖ് സിനിമ കണ്ടുള്ള ബന്ധമല്ല, അദ്ദേഹമായിട്ട് മുമ്പത്തെ ആഴ്ച കണ്ട് ആ സ്നേഹം ചിലപ്പം ഞാൻ അന്ന് കയ്യിലിരുന്ന 10-15 രൂപയുണ്ട്, അതുകൊണ്ട് കൊല്ലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പം കൊല്ലത്തിലെ ഹർത്താൽ, അത് വീണ്ടും പിന്നെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ സ്റ്റുഡിയോയിൽ പിന്നെ വന്നിട്ടില്ല, കാല് കുത്തിയിട്ടില്ല, ഈ സ്റ്റുഡിയോയിൽ വന്നില്ല അദ്ദേഹം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവിടെ അന്ന് മഹാനായ ഗോവിന്ദൻകുട്ടി സാറ്, അയാളെ മഹാനെന്ന് തന്നെ പറയാം, കൂടുതലും പുരാണ പടങ്ങൾക്ക് എഴുതിയ അദ്ദേഹമാണ്. പിന്നെ ശാരംഗപാണി സാറ്, ഇവരെല്ലാം ഉണ്ടായിരുന്നു. GK പിള്ള, ഇതിൻ്റെ സ്ഥാപകൻ കുഞ്ചാക്കോ സാർ എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യനാണ്. എന്തൊക്കെ പറഞ്ഞാലും
ആ കാലത്ത് 47 മാടവിസ്താരമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കല, അദ്ദേഹം മദ്യക്കച്ചവടം, കയറ് കച്ചവടം, ഇതൊക്കെ കഴിഞ്ഞ് TV തോമസ്, ഈ ചെട്ടിക്കാട് ഹർഷൻ പിള്ള, ആലപ്പി വിൻസെൻ്റ്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഇത് രൂപീകരിച്ചെങ്കിലും ആലപ്പി വിൻസെൻ്റ് ആലുവയിൽ പോയി അജന്ത സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ തുടങ്ങി. അത് പിന്നെ സാവധാനത്തിൽ നിർത്തിയെന്നാണ് അറിഞ്ഞത് കുറച്ചാളുകൾ. ആ ഒരവസ്ഥയിൽ ഇദ്ദേഹം, ഈ മഹാനായ ഈ മനുഷ്യൻ ഒരുപാട് പേർക്ക്, കടുവാക്കുളം ആൻ്റണി, ആലുംമൂടൻ, അതുപോലെ ഒരുപാട് കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനമാണ് ഈ സ്റ്റുഡിയോ. ആലപ്പുഴയുടെ പൈതൃകം, അതായത് കയറ് കച്ചവടം, ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന കയറ് കച്ചവടം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയ്ക്ക് എടുത്തു പറയാവുന്ന ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഇതിൽ അദ്ദേഹത്തിൻ്റെ അന്ന് 10-100 പേർ അന്ന് ചിലവ് കഴിയുമായിരുന്നു. ഒരുപാട് പേർക്ക് കലാപരമായിട്ട് ഉയർത്തി കൊടുത്തായിരുന്നു. അദ്ദേഹം ജർമ്മനിയിൽ, ഞാൻ കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെ വെച്ചെടുക്കും. പിന്നെ ജർമ്മനിയിൽ നിന്ന് ക്യാമറ കൊണ്ടുവന്നാണ് അദ്ദേഹം ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ മുമ്പ് 76 കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. സ്കൂളിൽ പഠിക്കാനൊന്നും പോകുന്ന നേരമില്ല. അച്ചാരാമണി, ഓച്ചാരോമന, ആനപ്പാച്ചൻ, കണ്ണപ്പനുണ്ണി, ഇതൊക്കെ ഷൂട്ടിങ്ങുകളിലാണ് ജോലി ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു തട്ട് കെട്ടിട്ട് ഭൂതമായിട്ട് പിടുത്തം. അത് ജയനുണ്ട്, നസീറുണ്ട്, ഉമ്മറുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് ഈ ജയൻ സാറൊന്നും ആയിട്ടില്ല. ആരെന്ന് ചിലർ പറയുന്നത് പഞ്ചമിയിൽ അഭിനയിച്ച ആളാണ് ആയിരിക്കുന്നത്. അന്ന് ഞങ്ങളൊക്കെ ഷർട്ട് ഇട്ടുണ്ടാകും അകത്ത് പോയിരുന്നു. അപ്പം അവിടെ പൊണ്ണന്മാരെ ഷർട്ടെല്ലാം ഒരു ഊരു തലക്കെട്ട് കെട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഹോ എന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാലഘട്ടമായിരുന്നു ഇത്. അന്ന് ഷൂട്ടിങ് നടത്തി ആരും വരാനില്ല ഇവിടെ. 40-41 കൊല്ലം മുമ്പാണ്. സൈക്കിൾ പോലും നടന്നു പറയാം. കാട്ടൂരിലൊക്കെ നടന്ന ആൾക്കാർ വരുമായിരുന്നു. ഇന്നാണെങ്കിൽ ചെറിയൊരു പരിപാടി വന്നാൽ മതി, 100 കണക്കിന് കാറാണ് എല്ലായിടത്തും കിടക്കുന്നത്. അതെ. അപ്പം ഒരു ടെക്നിക്കും ഇല്ലാത്ത കാലത്ത് കുഞ്ചാക്കോ സാർ ഉണ്ടാക്കിയ സ്ഥാപനം ഇതിപ്പോൾ കണ്ടിട്ട് ശംഖ് പറിച്ചു കളയും പോലെ. എൻ്റെ വീട് ഈ സ്ഥാപനമായിട്ട് വെറും 3 കിലോമീറ്ററേ ഉള്ളൂ. കലവൂർ കിഴക്കോശം താര, ഞാൻ ശരിക്കും പറയാം, താര, ഭാര്യ, പിന്നെ പുന്നപ്ര വയലാറ്, ആ പടങ്ങളൊക്കെ ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ അമ്പി വെച്ചാണ് എടുത്തത്. പിന്നെ പുരാണ പടത്തിലും ആ തോട് കാണിക്കാറുണ്ടായിരുന്നു. അടൂർപ്പാസി ആദ്യ പടം എന്നുള്ള സിനിമ പിടിച്ചപ്പോൾ അതിൽ കമലഹാസനെ പറ്റിയായിരുന്നു നായകൻ. ആദ്യ പടം കമലഹാസനെ ഇവിടെ വെച്ച് കാണുന്നത്. അത് കണ്ടൊരു 78-79 കാലത്ത്. ഇതിനകത്ത് തന്നെയാണെന്ന് പറയാം. ഇവിടെ ഉള്ള ഓഫീസുകൾ, കോട്ടേജുകൾ എല്ലാം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് ഇതിൻ്റെ സ്റ്റുഡിയോയുടെ അകം മൊത്തം ഒന്ന് കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഉള്ളിൽ കിടക്കുന്ന ആ കലാബോധമാണ്. ഇതിൽ അഭിനയമോ പാട്ടോ അല്ല പ്രധാനം. ഇതിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ, വയലാറ്, ദേവരാജൻ, ഇവരൊക്കെ വസിച്ച ഒരു കെട്ടിടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് കയറി നമുക്കൊന്ന് കയറി ഇറങ്ങണമെന്നൊരു ആഗ്രഹം. അങ്ങനെ അവർക്കൊരു 2 നില 1 നില ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഡബ്ബിങ് സ്റ്റുഡിയോ. അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് പാലപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് ചാർജ് ഇറക്കാതെ കിടന്നപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന് കയറി. കാരണം മാനേജർമാർ പറഞ്ഞു കുറേ തെങ്ങുണ്ടായിരുന്നു അന്ന്. തേങ്ങ യോതി വെക്കണം. ഒരു നേരത്തെ ഒരു മാസം തേങ്ങയായിട്ട് വിറ്റാലും നാളികേരായിട്ട് വിറ്റാലും കറണ്ട് ചാർജ് ഇറക്കായിരുന്നു. അതാരും ചെയ്തില്ല. വന്ന മാനേജർമാരെല്ലാം ഇവിടെ നശിപ്പിച്ച് കളഞ്ഞു. 89-ആണോ 90-ആണോന്ന് അറിഞ്ഞില്ല. ബോബൻ സാറ് ഇവിടെ കിടന്ന പഴയ പുരാതന ഫർണിച്ചറൊക്കെ എടുത്ത് വിറ്റായിരുന്നു. വിറ്റ് ആ സാധനം ഒഴിവാക്കിയത്. പിന്നെ ഇത് ചേർന്ന് പിന്നെ ഇത് ബോബൻ സാറിന് തന്നെ മണ്ടത്തരം പറ്റി. കാരണം അന്ന് വിജനമായ വെളി ഇവിടെ കാണുന്നത് ആലപ്പുഴ കൊമ്മാടി തൊട്ട് ഏതാണ്ട് എസൽപുരം വരെ വെളികളാണ്. ഈ നേരെ ഹൈവേയുടെ പടിഞ്ഞാറ് സൈഡ് ഭയങ്കര വെളി, കള്ള് ഷാപ്പും, ഒരു മനുഷ്യരില്ല. നേരെ ഇദ്ദേഹം അന്ന് ഇവിടെ ഷൂട്ടിങ് നടക്കും, ഭാര്യയുടെ സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കലവൂർ വന്നാണ് സാധനം മേടിക്കണം. കലവൂർ അന്ന് ആലപ്പുഴയൊന്നും ഇവിടുന്ന് ആലപ്പുഴ വരെ മാർക്കറ്റിൽ പോകണം, എളുപ്പം കലവൂരാണ്. ആ ഒരു സ്ഥാപനമാണ്. ഇത് കയറി ഒന്ന് നമ്മൾ കണ്ട് എല്ലാ രീതിയിലും കൊണ്ട് കണ്ട് മനസ്സിലാക്കി ശങ്കരച്ചു പോയി. ഈ മാനേജർമാർ മാറി വന്ന മാനേജർമാരാണ് ശ്രദ്ധിച്ചില്ല. ബോബൻ സാറിന് ഇത് ചെയ്യാറുണ്ട്. കാരണം കുഞ്ചാക്കോ എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ ആ പൊട്ടബളിയും ദാരിദ്ര്യവും ദുരിതമുള്ള സമയത്താണ് അദ്ദേഹം ഇത് പിടിച്ച് ക്ലിയറാക്കിയത്. പിന്നെ മറ്റൊരു വിഷയം കൂടെ, ഈ ഹർഷൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹം കലാബോധമുള്ള ആളാണ്. ഈ ട്രെയിൻ കൊണ്ട് ആലപ്പുഴ ട്രെയിൻ ഓടിച്ചതും തിയേറ്റർ എത്തിച്ചൊക്കെ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇവിടെ ഭയങ്കര കുടുംബക്കാരും ഏക്കറാക്കിന് ഭൂസ്വത്തുള്ള ആളുമായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. TV തോമസും നല്ലൊരു പുരോഗമനവാദിയായിരുന്നു. വിൻസെൻ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ആലപ്പി വിൻസെൻ്റ് സിനിമയുടെ അന്നത്തെ ടെക്നീഷ്യനായിരുന്നു. കുഞ്ചാക്കോ സാറിന് സിനിമയെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലായിരുന്നു. കുഞ്ചാക്കോ സാറ് മറ്റൊരു വിഷയം, അന്ന് ഈ ചിരട്ടയിലെ പറ്റിയായിരുന്നു കള്ള് വിതരണം നടന്നുകൊണ്ടിരുന്നത്. കുടുക്ക അത് കുപ്പിയിലാക്കിയത് കുഞ്ചാക്കോ സാറാണ് ആ കാലഘട്ടം. അത് കഴിഞ്ഞ് കുഞ്ചാക്കോ സാറ് കുറേ കഷ്ടപ്പെട്ടുകാർ പുളിങ്കുന്നിയുടെ ഒരു പുരാതന കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുജൻ അപ്പച്ചൻ, അപ്പോൾ അവർക്കും കലാബോധമുണ്ട്. ഈ പുരയിടം വന്ന് കണ്ടപ്പോൾ ഇത് വാങ്ങിയവർക്കൊരു മണ്ടത്തരം പറ്റി. ഇത് പൊളിക്കും മുമ്പ് നസീർ കോട്ടേജ്, നസീർ ഹോട്ടൽ ആക്കാം, മറ്റൊക്കെ ലോഡ്ജാക്കളാക്കാം, പുതിയ സ്റ്റുഡിയോ എന്നുള്ള ആക്കാം. ഈ നമ്മുടെ കേരളത്തിലെ മെയിൻ ഗാനഗന്ധർവനായ യേശുദാസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഭവനം വാങ്ങിയവർ യേശുദാസ് റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞ് അവിടെ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഫോട്ടോ വെച്ചിട്ട്.
അദ്ദേഹത്തിന് ആ വീട് പൊളിച്ചിട്ടില്ല. ആ വീട് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് എന്തിന് അദ്ദേഹത്തിൻ്റെ മുറ്റത്തൊരു മാവുണ്ടല്ലോ, ആ മാവ് അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പം നല്ല കച്ചവടമാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ പോലെ ഇത് നിലനിർത്തി കൊണ്ടുപോകായിരുന്നു. പക്ഷേ കറണ്ട് ചാർജ് ഉടക്കിയാല, നോക്കിയാൽ കാടും കയറി, തെങ്ങുകളും വേരെടുക്കാൻ നഷ്ടപ്പെട്ട്. 13 ഏക്കറിൽ ഇപ്പോൾ 2-3 ഏക്കറേ ഉള്ളൂ പേരിന്. ഇതിനപ്പുറത്ത് ഇപ്പോൾ ഒരു പള്ളി, ഏതോ ഒരു നല്ലൊരു പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി വന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് കൊടുത്ത സ്ഥലമാണ്. അതൊക്കെ താര സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, പുന്നപ്പുറവേലാണ്. ഇദ്ദേഹം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 81 ശേഷം പിന്നെ സ്വന്തമായിട്ട് ധന്യ അങ്ങനെ കുറേ പടങ്ങളെടുത്ത് ഇട്ടൊന്നും വലിയ ക്ലിക്കായില്ല. പിന്നെ സാജൻ, അന്ന് ചിട്ടിക്കാരൻ സാജൻ ഉണ്ടായിരുന്നു, പുള്ളി കടത്തനാമ്പാടിയാണ്ട് ഇവിടെ പിടിച്ച് കുറേ കാശ് മുടക്കി, അതുമൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ പോകുന്നതായിരുന്നു. അപ്പോൾ ഇതിൽ ക്വാളിറ്റിയുള്ള ഇതിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നസീർ സാർ ദൂരെ നിന്ന് ഒന്ന് ടാറ്റാ പോലും കടിക്കില്ല ഓഡിയൻസിന്, അത് ചിരിച്ചിട്ടാത്തോട്ട് പോകും. പക്ഷേ ജയൻ സാർ അതല്ലായിരുന്നു, ഞങ്ങൾ അടുത്ത് വരും. കുട്ടികളാണ്, ഇങ്ങോട്ട് വരരുത്, വലിയ ആൾക്കാർക്ക് ഇടയ്ക്ക് വരികയില്ല. അത് ഷൂട്ടിംഗ് സമയത്തേ ജയൻ സാർ വരാറുള്ളൂ. അങ്ങനെ വന്ന് അത് കഴിഞ്ഞപ്പോൾ വർഷങ്ങളായി. ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനങ്ങനെ ജയൻ സാറിൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയായിരുന്നു, മരണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് വന്നപ്പം ഈ കുട്ടീനെ വെച്ചുകൊണ്ട് ഒരു അമ്മ പുറത്തിരിപ്പുണ്ട്. ഈ അനുജൻ എന്ന് പറഞ്ഞാൽ അന്ന് കണ്ട ഷർട്ടൊന്നും ഇല്ല, തോർത്തോളായിട്ടിട്ട് കുളിക്കാൻ വേണ്ടി അകത്തോട്ട് കയറി ഒരു ചരുവത്തിൽ വെള്ളം ചൂടാക്കുന്നു. കുറച്ച് നേരം ഞാൻ അവിടെ നോക്കിയിരുന്നു. ഞാൻ വെറും പയ്യനാണ്. കുറച്ച് നേരം അതിൻ്റെ നോക്കി ഈ സോമൻ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്, ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നത് ഇവിടെയൊക്കെ. ഇത് കുറച്ച് നേരം നിന്ന് ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ വരുമ്പം ഞാൻ ഉദയ സ്റ്റുഡിയോയുടെ അകത്തുണ്ടായിരുന്നു, കുറേ പിള്ളേർ ഇപ്പോൾ ഉണ്ടായിരുന്നു, അത് അന്ന് ഞാനായിരുന്നു എന്നൊക്കെ സംസാരിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന്. അങ്ങനെ ജയൻ സാറുമായിട്ടുള്ള ആ ഒരു മാനസിക ബന്ധം എന്തോ അദ്ദേഹത്തിന് നമ്മൾ ചിലപ്പോൾ അദ്ദേഹം നടന്നു പോകും, നമ്മൾ ഓർത്തിരുന്ന് ആ പെരുമാറ്റവും സംസാരമൊക്കെ. അപ്പം ജയൻ ചേട്ടനോട് ചോദിച്ചു ഞങ്ങൾ, ജയൻ ചേട്ടൻ നാടെവിടെയാണ്, ഞങ്ങൾക്കൊന്ന് അറിയാൻ പാടില്ല നാടെവിടെയാണ്. ജയൻ ചേട്ടൻ പറഞ്ഞ് ജന്മസിദ്ധമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്, എടുപ്പും കാര്യങ്ങളൊന്നുമില്ല. മദ്രാസിലാണ് എൻ്റെ വീട്. കാരണം അദ്ദേഹം ശരിയാണ്, മദ്രാസ് പാംക്രോ ഏതൊരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കഴിഞ്ഞ് ഇത്രയും അടുത്തൊരു കൂട്ടുകാരനെ പോലെ അടുത്തൊരു കലാകാരൻ പിറ്റേ ആഴ്ച നവംബർ 16 പത്രത്തെ സിനിമാ നടൻ ജയൻ അന്തരിച്ചൊന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം തന്നെ കൊല്ലത്തേക്ക് വണ്ടി കയറി. കൊല്ലത്ത് ചെന്നപ്പോൾ ഉച്ച 11 മണി. വീട് ചോദിച്ചു എന്ന് പൊന്നച്ചൻ വീട്. അതിനിപ്പുറത്ത് ആ പേര് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പെട്ടിക്കട, ഒരു കൊച്ചു പെട്ടിക്കട. ആ പെട്ടിക്കട വെച്ച് ജയൻ്റെ മുറ്റത്ത് നിന്നാണ് ചോദിക്കുന്നത്, ആരും ചെന്നിട്ടില്ല അവിടെ നേരം. ചേട്ടാ ഈ ജയൻ്റെ വീട് എന്താ ഇത് തന്നെ? അപ്പോൾ ഒരു കൊച്ചു വീട്, ഒരു ഓടിട്ട വീട്, ചെറിയൊരു മതിലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അങ്ങനെ നിന്ന് ഒരു നാരങ്ങ വെള്ളത്തിനന്ന് 15 പൈസ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. അന്ന് ഊണിനന്ന് 75 പൈസ ഒരു രൂപയുണ്ടാവും. ഇത് കുടിച്ച് അവിടെ നിന്ന്. അപ്പം പുറയിൽ കുറേ വാഴത്തോട്ടമുണ്ട്, ആ കെട്ടിടങ്ങളൊന്നുമില്ല. ഈ വീടിൻ്റെ വാഴയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ 2-3 പേര് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ബോഡി കൊണ്ടുവന്നിട്ടില്ലെന്നാണ്. അപ്പോൾ ആൾ വന്നില്ല. അന്ന് ഇന്നത്തെ പോലെ കാറും വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ നടന്നും ബസ്സിനുമൊക്കെ വരുന്നത്. അപ്പോൾ ഒരു 2-3 മണിയായപ്പോൾ ആൾക്കാർ വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന് 5 മണിക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ 6 മണിയായി 7 മണിയായി ഇങ്ങനെ നിന്നപ്പം. അപ്പോൾ ആ ചേട്ടൻ്റെ പേര് നടേശൻ എന്നാണ് പറ്റിയാണ്, പെട്ടിക്കടയുടെ അവിടെ കുറേ നിന്ന് ഞങ്ങൾ 2-3 പേരായപ്പോൾ ആൾ കൂടിയപ്പോൾ പെട്ടിക്കടയോട് ചാരി, അതൊരു വശത്തോട്ട് ചാരിച്ചപ്പോൾ ഇദ്ദേഹം ചീത്ത വിളിച്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നടന്ന് അതിൻ്റെ കിഴക്കൊരു തോടും കിടവുണ്ട്, അവിടെ കുറേ തടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ തടിയൊക്കെ കയറിയിരുന്നു ഞങ്ങൾ. ഒരു 2 മണിയാകുമ്പം വിശന്നിട്ട് പാടില്ല. അപ്പോൾ മറ്റൊരു സംഭവം കൊല്ലത്തെ ഹർത്താലായിരുന്നു. ജയൻ സാർ മരിച്ചത് കൊണ്ടല്ല, വേറെ ഏതോ വാഹന ഹർത്താൽ അല്ല, കൊല്ലത്ത് മാത്രമേ ഉള്ളൂ. കൊല്ലത്ത് ഹർത്താലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഊണ് കഴിക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡ് ക്യാൻറ്റീനിൽ പോകണം. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ആ വാഴത്തോട്ടത്തിലൊന്ന് കയറി, ഞാൻ തന്നെയല്ല വേറൊരുത്തരും കയറി. അന്നത്തെ ഈ നാടൻ പൂവൻകൊല ഒരു പകുതി പഴുത്ത് കിടപ്പുണ്ട് പലതും. അത് വിശപ്പ് അടക്കാൻ വേണം. അതൊരു 3-4 പറിച്ച് തിന്ന്, ഷട്ടൊക്കെ അറയൊക്കെ പറ്റി, എന്നാലും സാരമില്ലായിരുന്നു. അതൊക്കെ പറിച്ച് തിന്ന് അവിടെ ഇരുന്ന് ആ തടിയെ പോയിരുന്നു. പിന്നെ ഒരു 4 മണിയായപ്പോൾ അവിടെ 2 പേരും കൂടെ ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും പോയി. ബസ് സ്റ്റാൻഡിൽ അവിടെ ഞങ്ങൾ ചായ കുടിച്ച് വന്ന് അവിടെ ഇരുന്ന് 7 മണിയായി 8 മണിയായി ബോഡി കൊണ്ടുവന്നു. അപ്പം ജയൻ്റെ വീണ്ടും ഒരു 5 മണിയായപ്പോൾ ജയൻ നല്ല ഗ്രൗഡായി. അവിടെ വന്ന് അപ്പോൾ അത് അപ്പുറത്തെ സ്കൂളാണ്. 6 മണി 7 മണി 8 മണിക്കായിട്ട് നേരെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയും അവിടെ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ അന്നത്തെ ജനങ്ങൾ കുറേ ലക്ഷക്കണക്കിനൊന്നുമില്ല, ഒരു 10,000 ജനം കാണും കൊല്ലത്ത്. കാരണം വണ്ടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ വന്ന് കൂടിയിട്ട് പ്രേം നസീർ, ഷാനവാസ്, പ്രേം നവാസ്, പിന്നെ മധുസാറ്, സോമൻ സുമാൻ. ഇതിൽ സോമനും സുമാനും ആ രംഗത്തില്ല. പിന്നെ പത്രത്തെ കണ്ടാം രവികുമാർ. അങ്ങ് ചെന്ന് രവികുമാർ ഒരു ഇളം കറുപ്പാണ് രവികുമാർ. നല്ലവള് രവികുമാർ എന്നെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
അങ്ങോട്ട് ബോഡി അകത്തോട്ട് പിള്ളേരൊക്കെ മാറി നമ്മൾ നെഞ്ചത്ത് പിടിച്ചതല്ലേ എല്ലാവരും. അപ്പോൾ കുറേ നേരം ഞങ്ങളത് നിന്ന് അന്ന് ഈ പ്രേംനവാസം എന്ന് വെച്ചും പറഞ്ഞ് കുറേയൊക്കെ വിധം നിങ്ങൾ ചെയ്യും, ഇപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണിച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഇരുന്ന് അവിടുന്ന് പിന്നെ അങ്ങോട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ ഇങ്ങോട്ടും പോന്നു. രാത്രി 12 മണിക്ക് കൊല്ലത്തുനിന്ന് 1.5 രൂപ കൊടുത്ത് ബോട്ടിനാണ് പിന്നെ പോകുന്നത് ആലപ്പുഴയ്ക്ക്. ആ ഒരവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഞാൻ പോയായിരുന്നു. പോയപ്പോഴാണ് ഈ രംഗം കണ്ടത്. ഈ കൊച്ചി പിന്നെ മടി വെച്ചുകൊണ്ട് അമ്മ ഇരിക്കുന്നു, പിന്നെ അച്ഛൻ കുളിക്കാൻ പോകുന്നു. ഇതെല്ലാം ആ സമയത്താണ് കണ്ടത്. സോമൻ ചേട്ടൻ സംസാരിച്ച് പറയുന്നത് അന്നാലും അവിടെ അതിൻ്റെ പുറകെ ഒരു അടിത്തറ കെട്ടി ഇട്ടിട്ടുണ്ട്. അന്ന് ഇന്ന് വാഴത്തോപ്പം അവിടെ ഇല്ല. അന്ന് ആ കാറ് അവിടെ കിടപ്പുണ്ടെന്ന് തോന്നണം, 134. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ പോകുന്നത്. അപ്പോൾ ഈ കുട്ടി ആരാണ്? അപ്പോൾ വേറൊരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ യൂട്യൂബിൽ അതിലൊക്കെ കണ്ണൻ നായർ ആദിത്യ എന്നൊക്കെ പറയണ കേൾക്കാം. അപ്പോൾ ഈ മൂത്ത ആളാരാണെന്ന് വെച്ചപ്പോൾ ഈ 4 വയസ്സായി കണ്ണൻ നായരാണ്. ഞാൻ യൂട്യൂബിലൂടെ നമ്പർ തെറ്റി പിടിച്ചൊരു 6 മാസം മുമ്പ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ട് ചിലപ്പോൾ അദ്ദേഹം എറണാകുളത്തുണ്ട്, റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ്. അദ്ദേഹം ഞാൻ കഴിഞ്ഞ ദിവസം പോയാൽ ഞാൻ ഓഫീസിൽ പോയി, എൻ്റെ വലിയച്ഛനെ പോലെ തന്നെ നല്ല വൃത്തിയും വെടിപ്പും എല്ലാം അദ്ദേഹം ഒരു പരവതാനിയൊക്കെ വിരിച്ച ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസ്. ഞാൻ പറഞ്ഞു അന്ന് ഉദയരുണ്ടെങ്കിൽ അതെ അത് ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ ചായയൊക്കെ മേടിച്ചു തന്നു. അങ്ങനെ വളരെ സന്തോഷപരമായിട്ടാണ് വിട്ടത്. ഈ പറഞ്ഞതുപോലെ ഒരു എയർ ഹോസ്റ്റസിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അന്നത്തെ പത്രത്തും വീക്കിലൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അന്ന് എഴുതിയിരുന്ന അതാണ്. പിന്നെയാണ് ഈ സിനിമാടി എല്ലാതേനൊക്കെ വിവാഹം കഴിക്കാൻ കാര്യം പറഞ്ഞത്. അതേക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ഞാൻ സാറ് ജീവിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് നിന്ന് വിവാഹം കഴിച്ച് പോയാനാണ്. ആ ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം. ആദ്യം കല്യാണം പിന്നെ അദ്ദേഹം ഈ സിനിമയുടെ പുറകെ നടന്നുകൊണ്ട് അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. അത് ഞാൻ അവിടുന്ന് അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വിളിക്കുന്ന ബേബി എന്നാണ് ആ പരിസരത്ത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം 14 വയസ്സ് വരെ കൊല്ലം കൊട്ടാരത്തിലായിരുന്നു. അത് തേവള്ളി കൊട്ടാരത്തിൽ 14 വയസ്സ് തൊട്ടാണ് ഈ അച്ഛൻ വെച്ച വീട്ടിലേക്ക് മാറിയത്. പിന്നെ ഒരു 21-22 വയസ്സ് നേവിയിലേക്ക് വന്നു. പിന്നെ ഒരു 30-35 വയസ്സ് വരെ എറണാകുളത്ത് ബിസിനസ് ചെയ്ത് നടന്നത്. പിന്നെയാണ് സിനിമയിലേക്കൊക്കെ വരുന്നത്. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മരണം നമ്മുടെ ശംഖ് പറിച്ചു കളയും പോലെയാണ്. അതേപോലെയാണ് ഉദയ സ്റ്റുഡിയോയുടെ കാര്യം. ഉദയ എന്ന് പറയുന്നത് ചെറിയൊരു പ്രസ്ഥാനമല്ല. ഞങ്ങളുടെ ഈ കരിഞ്ഞ നാട്, നശിച്ച നാട്ടിൽ അന്ന് വേറെ വരുമാനമില്ല. കയർ ഫാക്ടറി മാത്രമേ ഉള്ളൂ ആലപ്പുഴ. അവിടെയൊക്കെ പോയാൽ നേരം പുറത്ത് വൈകുന്നവരെ പണിയെടുത്താൽ 4 രൂപ 3 രൂപ കിട്ടും പാവത്തുങ്ങൾ ഓഫീസ് പണി. ഇവിടെ വന്ന് തലക്കെട്ട് കെട്ടി തുള്ളിയാലും കൂടെ നിന്നാലും 5 രൂപ കുഞ്ചാക്ക സോറ കൊടുക്കും, ഇച്ചിരി ചോറ് കൊടുക്കുമായിരുന്നു. അത് ഈ ജനങ്ങൾക്ക് നാട്ടുകാർക്ക് കുറേ പ്രയോജനമായിരുന്നു. അദ്ദേഹം സ്വർഗമാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇവിടെ നരകമാക്കി. ഇത് മേടിച്ച് ഒരു കന്യാമറിയത്തിൻ്റെ ഒരു പ്രതിമയുണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയായിരുന്നത്. ഒരു ആർച്ച് പോലത്തെ ഒരു കൂടിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് അവർ കുനിഞ്ഞിങ്ങനെ നിൽക്കാനായിട്ട് ആ രൂപം പോലും എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇത് ഈ രൂപം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ രൂപം ഇപ്പോൾ ഇവിടെ അടുത്ത് കലവൂർ വടക്കുവശം ഒരു കൃപാസനം എന്നും പറഞ്ഞൊരു ഭജന, ഈ ഒരു ക്രിസ്ത്യൻ പ്രാർത്ഥനാലയമുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എന്നാണ് ഇവിടുത്തെ ഓട്ടോക്കാർ പറഞ്ഞത്. ആ രൂപമെങ്കിലും നിലനിർത്തേണ്ടതായിരുന്നു ഇവിടെ. കാരണം അദ്ദേഹം പുളിങ്കുന്നുകാരൻ നല്ലൊരു ക്രിസ്ത്യഭക്തനായതുകൊണ്ട് അദ്ദേഹം അത് സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശംഖ് പോലെ തന്നെ സൂക്ഷിച്ചതായിരുന്നു അത് പ്രാർത്ഥിക്കാൻ വേണ്ടി. അദ്ദേഹം തന്നെയല്ല, ഇവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന്. കാരണം ഒരു സങ്കല്പത്തിൽ ദൈവമാണല്ല. അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ ഒരു ശ്മശാന പറമ്പ് പോലെയുണ്ട്. ഇത് വാങ്ങിയവർ അവരുടെ പണം കൊടുത്ത് വാങ്ങി, അവർക്ക് എന്തും ചെയ്യാം. കാരണം അവരുടെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയായിരിക്കും വാങ്ങിയത്. ഇതിന് നേരെ അപ്പുറത്ത് കാംഡോട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു കല്യാണ മണ്ഡപം, അതിലൂടെ കയറിയൊക്കെ ഞങ്ങൾ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരുന്ന. അന്ന് ചെറിയ മതിലായിരുന്നു, അതൊക്കെ വിജനമായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ആ കാംഡോട്ട് വന്ന് എന്തോ ഇത് കുറേ കൂടെ കലാബോധമുള്ളവർ വാങ്ങിയിരുന്നെങ്കിൽ ഉദയയുടെ പേരും പറഞ്ഞ് ഇത് കച്ചവടം ഉണ്ടാക്കായിരുന്നു. കച്ചവട ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ ഉദയ റെസ്റ്റോറൻറ്റ്, ഉദയ ലോഡ്ജ്, ഉദയ നഗർ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ആൾക്കാർ ആലപ്പുഴ റിസോർട്ടിലേക്ക് കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, മലപ്പുറം ഇവിടുന്നൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ വരും ഹൗസ് ബോട്ടിൽ പോകാൻ വരുമ്പോൾ ഹൗസ് ബോട്ടുകാർ തന്നെ ഇവിടെ ഇവിടുത്തെ പിന്നെ ഉദയ ലോഡ്ജിൽ താമസിക്കാം, ഉദയ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാം, ഉദയ സ്റ്റുഡിയോ നസീർ കിടന്നിടത്ത് കിടക്കാം, ജയൻ കിടന്നിടത്ത് കിടക്കാം, സത്യൻ്റെ ആകണിയും ഇരുന്നിടത്ത് കിടക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു ആകർഷണമായിരുന്നു. അതാരും ചെയ്തില്ല. അല്ലെങ്കിൽ ആ പേരെങ്കിലും പറഞ്ഞാൽ ഈ സ്ഥാപനം നിന്നേനാ. എല്ലാം നശിപ്പിച്ച് കളഞ്ഞ്. പിന്നെ പേരിൽ ആ രൂപവും ആ മാതാവിൻ്റെ രൂപവും ഇവിടെ തന്നെ നിലനിർത്തേണ്ടിയിരുന്നു. അത് ഭാവിയിൽ ആരും അവകാശപ്പെടിയല്ല പള്ളി സ്ഥലം എന്നൊക്കെ പറഞ്ഞു. കാരണം എല്ലാവർക്കും അറിയാമല്ലോ ചരിത്രം. ഇത് 47-ൽ അദ്ദേഹം പണിയുമ്പോൾ വളരെ ദുരിതം പിടിച്ചൊരു നാടായിരുന്നത്. പണമില്ല, ആൾക്കാർക്ക് രക്ഷയില്ല. പിന്നെ എല്ലാം അദ്ദേഹത്തിൻ്റെ കാൽച്ചൂട്ടി വന്നു. ഒരുപാട് നടികളാണ് അദ്ദേഹത്തിന്. ആദ്യം പിടിച്ച വെള്ളി നക്ഷത്രം അത് തകർന്നു പോയി. വെള്ളി നക്ഷത്രം കഴിഞ്ഞ്
പിന്നെ ഒരു ചിത്രം നല്ലത് പിടിച്ചായിരുന്നു അദ്ദേഹം, വെള്ളി നക്ഷത്രം പിടിച്ചു. അത് കഴിഞ്ഞ് ഉമ്മ പിടിച്ചു. പിന്നെ ജീവനവുകയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മെഗാസ്റ്റാർ സിനിമ. അതിപ്പോഴും അങ്ങനെ തന്നെ, അതിപ്പോഴും അതുപോലെ തന്നെ. തിക്കുറിശി നല്ല ചുള്ളനായ നായകൻ, മറ്റേ മിസ്കുമാരി, എല്ലാവരും, യേശുദാസിൻ്റെ അച്ഛൻ, മുതുകുളം രാമൻപിള്ള, അവരിൽ നിന്നാണ് ആ പടം ഉത്ഭവിച്ചത്. ഇപ്പോഴും ഇന്നും അത് പുതുമ നഷ്ടപ്പെട്ടില്ല. എൻ്റെ ഡയലോഗ്, എൻ്റെ അവതരണം ഇന്ന് കാണിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വില്ലന്മാർ അന്ന് കാണിച്ചിട്ടുണ്ട്. കണക്കപ്പിള്ളയായിട്ടിരുന്ന യേശുദാസിൻ്റെ ചേട്ടനെ കണക്ക് കൂട്ടി എഴുതി ചതിക്കുന്നതായിട്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല. ഇതിൽ മറ്റൊരു സത്യം കൂടെ പറയാനുണ്ട്.